ഖസീദത്തുൽ അബുൽ അലാ അൽ മഅരി ഫി റസാഇ ഫഖീഹുൻ ഹനഫി. ഒരു ഹനഫി മദ്ഹബിലെ പണ്ഡിതനായ ഒരാളെ മദ്ഹ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ മരണസമയത്ത് അദ്ദേഹത്തെ അനുശോചനം അറിയിച്ചുകൊണ്ട് എഴുതിയ ഒരു കസീദയാണ്. അത് ഈ കസീദത്തുൻ ഫി റസാ. റസാ അറിയാലോ, അനുശോചന കാവ്യം എന്നാണ് റസാ. അനുശോചന കാവ്യമാണ് ഈ കവിതയിൽ നമ്മൾ പറയുന്നത്. അതിനു മുമ്പ് നമ്മൾ ഈ അബുൽ അലാൽ മാരിയെ കുറിച്ച് ഇത്രയും കാര്യങ്ങളോടെ കൊടുത്തിട്ടുണ്ട്. ഇതെന്നെ മതിയാവും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ. ഞാനൊന്ന് വായിക്കാം. അബുൽ അലാൽ മാരി ഹുവ അഹ്മദ് ഇബ്നു അബ്ദുല്ലാ ഇബ്നു സുലൈമാൻ അത്തനൂഖി അൽ മഅരി. സ്ക്രീൻ കാണുന്നുണ്ടല്ലോ? ഓക്കെ. ഹുവ അഹ്മദ് ഇബ്നു അബ്ദുല്ലാ ഇബ്നു സുലൈമാൻ തനൂഖി അൽ മഅരി. മഅറയിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് അബ്ദുള്ളയാണ്. അബ്ദുല്ലാ ഇബ്നു സുലൈമാൻ ആണ്. അപ്പോ അഹ്മദ് ഇബ്നു അബ്ദുല്ലാ എന്നുള്ളതാണ് അബുൽ അലാൽ മാരിയുടെ ശരിക്കുള്ള പേര്. അബുൽ അലാ എന്നുള്ളത് അദ്ദേഹത്തിന്റെ കുഞ്ഞത്താണ്. ഓർത്തു വെക്കാം. ഇതിന് ഷാഇറുൻ ഫൈലസൂഫ്, ഒരു ഫൈലസൂഫി കവിയാണ്, ഫിലോസഫറാണ്, അല്ലെങ്കിൽ തത്വജ്ഞാനി ആയിട്ടുള്ള ഒരു കവിയാണ് അദ്ദേഹം. ഉലിദ സന സലാസുമിഅ ഹിജ്രി 363 അദ്ദേഹം ജനിക്കുന്നത്. അതായത് 973 മീലാദി, 973 മീലാദി. ഇദൻ ഹുവ ഷാഇറുൻ ഫൈലസൂഫ് ഉലിദ സന 363 അൽ മുവാഫിഖ് 973 മീലാദി. അയ്ന ഫി മഅറ അൻ-നുഅ്മാൻ. ഒമാനിലെ, നൊമാനല്ല, ഒമാനിലെ മഅറയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. കാന നഹീഫുൽ ജിസ്ം. കാന നഹീഫുൽ ജിസ്ം മാന മെലിഞ്ഞ ശരീരമുള്ള ആളായിരുന്നു. നഹീഫ് മെലിഞ്ഞ ശരീരമുള്ള ആളായിരുന്നു. ജിസ്മ ശരീരം. ഉസീബ ബിൽ ജുദിരി സഗീറൻ അയ ഖദ് അസാബഹു അൽ മറദുൽ ജുദിരി. വസൂരി രോഗം പിടിപെട്ടു സഗീറൻ, ചെറുപ്പകാലത്ത് തന്നെ. താഹ ഹുസൈനെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും, കേട്ടിട്ടുണ്ടാവും. താഹ ഹുസൈന്റെ കാലഘട്ടത്തിലൊക്കെ തന്നെയുള്ള ആളാണ് ഇദ്ദേഹവും. താഹ ഹുസൈനും ഇദ്ദേഹവും തമ്മിൽ ഒരുപാട് സാമ്യമുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ചെറുപ്രായത്തിൽ തന്നെ ഇദ്ദേഹത്തിനും വസൂരി പിടിപെടുകയും ഫറുമിയ ഫിസനത്തെ റാബിഅ മിൻ ഉംരിഹി, അദ്ദേഹത്തിന്റെ 4ാമത്തെ വയസ്സിൽ അദ്ദേഹം അന്ധനായി തീർന്നു. ഈ രോഗം പിടിപെട്ട്, വസൂരി പിടിപെട്ടിട്ട് കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ട വ്യക്തിയായിരുന്നു. 4ാമത്തെ വയസ്സിൽ ഖദ് ഉസീബ ബിൽ മർദിൽ ജുദിരി സഗീറൻ ഫഉമിയ ഔ സാറ ഉമ്യൻ ഫിസനത്തെ റാബിഅ മിൻ ഉംരിഹി. 4ാമത്തെ വയസ്സിൽ അദ്ദേഹം അന്ധനായി തീർന്നു. വഖാല ശിഅറു വഹുവ ഇബ്നു 11 സന. ഖറല ശിഅർ, ഖാല ശിഅർ മാന വഹുവ ഖറല ശിഅറ ഹുവ ഇബ്നു 11 സന. 11ാമത്തെ വയസ്സിൽ അദ്ദേഹം കവിത ചൊല്ലാൻ തുടങ്ങി. ദറസ അല അബീഹി വഅഹ്ലിഹി, തന്റെ വീട്ടുകാരിൽ നിന്നും കുടുംബക്കാരിൽ നിന്നും പിതാവിൽ നിന്നുമൊക്കെയാണ് അദ്ദേഹം വിദ്യ അഭ്യസിച്ചത്. ദറസ അല അബീഹി വഅഹ്ലിഹി സുമ്മ അല ഉലമാഇ ഹലബ് വശാം. പിന്നീട് ഹലബിലെയും സിറിയയിലെയും പണ്ഡിതന്മാരുടെ അടുക്കൽ പോയിട്ട് അദ്ദേഹം വിദ്യ അഭ്യസിച്ചു. ഹത്താ അസ്ബഹ മഷ്ഹൂറൻ, അങ്ങനെ അദ്ദേഹം പ്രസിദ്ധനായ ഒരു പണ്ഡിതനായി മാറി, അല്ലെങ്കിൽ കവിയായി മാറി. അങ്ങനെ ഫറഹല ഇല ബഗ്ദാദ്, അദ്ദേഹം ബഗ്ദാദിലേക്ക് പോയി. റഹല മാന യാത്ര പോയി, അല്ലെങ്കിൽ ദഹബ ഇല ബഗ്ദാദ് സന 398 ഹിജ്റയിൽ അദ്ദേഹം ബഗ്ദാദിലേക്ക് പോയി. വൽതഖ ഹുനാക ബി ഉലമാഇഹ വ റുഅസാഇഹ, അവിടെ അദ്ദേഹം അവിടെയുള്ള പണ്ഡിതന്മാരെയും അവിടെയുള്ള നേതാക്കന്മാരെയും ഒക്കെ കാണുകയും വ മക്കഫ ബിഹ സനത വ 7 അശ്ഹുർ, 1 വർഷവും
7 മാസവും അവിടെ താമസിക്കുകയും ചെയ്തു. മക്കസബിഹ അവിടെ താമസമാക്കി. സനത്തൻ വസബഅതഅശർ 1 വർഷവും 7 മാസവും അവിടെ എവിടെ ബഗ്ദാദിൽ താമസമാക്കി. വയബ്ദു അന്നൽ ഹയാത ലം തർക്ക് ലഹു. സർ കുറച്ചു പേർക്ക് കേറാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞു. അപ്പൊ ക്ലാസ് എടുത്തോണ്ടിരിക്കുന്നതിന്റെ സ്ക്രീൻ എനിക്ക് കാണുന്നില്ല. ഓക്കെ, ഒരാളായി. അടുത്ത ആൾ അഡ്മിറ്റ് ആയിക്കൂടെ? സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ട്, മറ്റേ സ്ക്രീൻ കാണൂല. നീ ആരെല്ലാം ഓ സാർ, ഒരാളെ കിട്ടിയുള്ളൂ. ഓക്കെ, ഞാറിലുണ്ടോ? ഇല്ല സാർ, രണ്ടുപേരും കേറിയായിരുന്നു. ഓക്കെ, then والتقى هناك بعلمائها ورؤسائها ومكث بها سنة و17 ويبدأ الحياة لم ترك له. അതായത് അദ്ദേഹത്തിന് മനസ്സിലായി അന്നൽ ഹയാത്ത ലം തരക്ക് ലഹു, അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ ജീവിതം കരുണ കാണിക്കുന്നില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അത് അനുകൂലമാകുന്നില്ല എന്ന് അദ്ദേഹത്തിന് തോന്നി. അങ്ങനെ ഫഹജറഹ, ബഗ്ദാദിലുള്ള ജീവിതം തനിക്ക് മതിയായതല്ല എന്ന് അദ്ദേഹത്തിന് തോന്നിയെന്നാണ്. വയബ്ദു അന്നൽ ഹയാത്ത ലം തരക്ക് ലഹു, അദ്ദേഹത്തിന് അവിടെയുള്ള ജീവിതം അദ്ദേഹത്തിന് അനുയോജ്യമല്ല എന്ന് തോന്നിയപ്പോ ഫഹജറഹ വറജഅ ഇലാ മൻസിലിഹി, പിന്നീട് ബഗ്ദാദിൽ നിന്ന് അദ്ദേഹം ബഗ്ദാദിനെ ഒഴിവാക്കി. ഫഹജറഹ, ബഗ്ദാദിനെ ഒഴിവാക്കിയിട്ട് വറജഅ ഇലാ മൻസിലിഹി, അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് മടങ്ങി. വലം യഖ്റുജു മിൻഹു, ബഗ്ദാദിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങിയ അദ്ദേഹം പിന്നൊരിക്കലും വീട്ടിൽ നിന്ന് പുറത്തു പോയിട്ടില്ല. വലം യഖ്റുജു മിൻഹു, അതുകൊണ്ടാണ് വഖദ് സുമ്മിയ നഫ്സഹു റഹീനുൽ മുഹ്ബിസീൻ, അതുകൊണ്ട് അദ്ദേഹം സ്വയം നൽകിയ പേരാണ് റഹീനുൽ മുഹ്ബിസീൻ എന്നുള്ളത്. അബുൽ അലാൽ മാരിയെ കുറിച്ച് അറിയപ്പെടുന്നത് റഹീനുൽ മുഹ്ബിസീൻ എന്നാണ്. എന്ന് പറഞ്ഞാൽ യഅനി ഹബ്സ നഫ്സഹു ഫിൽ മൻസിൽ. റഹീനുൽ മുഹ്ബിസീൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? സ്വന്തം ശരീരത്തെ വീട്ടിനുള്ളിൽ ബന്ധിച്ചയാള്. ഇന്ന് നമ്മൾ ലോക്ക്ഡൌണിലൊക്കെ കിടക്കുന്നില്ലേ, ആ അവസ്ഥയിലാണ് അദ്ദേഹം അന്ന് കഴിച്ചു കൂട്ടിയിരുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ റഹീനുൽ മുഹ്ബിസീൻ എന്ന് അദ്ദേഹം തന്നെ പേരിടുകയും അദ്ദേഹം അങ്ങനെ അറിയപ്പെടുകയും ചെയ്തു. അങ്ങനെ ഹബസ ബസറഹു അൻ റുഅ്യ, അദ്ദേഹത്തിന്റെ കണ്ണുകളെ കാഴ്ചയിൽ നിന്ന് അദ്ദേഹം ബന്ധിച്ചു. അതോടൊപ്പം അത് ഇംതനഅ അൻ അക്ലി കുല്ലി ദീ റൂഹിൻ, ആത്മാവുള്ള ഒരു ജീവിയെയും അദ്ദേഹം തിന്നുകയില്ല എന്ന് തീരുമാനിച്ചു. അത് ഇംതനഅ അൻ, അദ്ദേഹം വിലക്കി അല്ലെങ്കിൽ നിരോധിച്ചു എന്ന് പറയാം. അൻ അക്ലി കുല്ലി ദീ റൂഹിൻ, ആത്മാവുള്ള എല്ലാ വസ്തുക്കളെയും തിന്നുന്നതിൽ നിന്ന് അദ്ദേഹം സ്വയം വിലക്കി. വമാ യഖ്റുജു മിൻഹു, എന്നിട്ട് അതിൽ നിന്ന് അദ്ദേഹം ഒരിക്കലും പുറത്തു കടന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം വീട്ടിനുള്ളിൽ കടന്നു, ഇനി ആരെയും കാണൂല എന്ന് തീരുമാനിച്ചു.
ആത്മാവുള്ള അല്ല ജീവനുള്ള വസ്തുക്കളെ ഒന്നും അതിന്റെ ഒന്നും മാംസം കഴിക്കൂല എന്നും തീരുമാനിച്ചു. ആ തീരുമാനത്തിൽ നിന്ന് പിന്നീട് ഒരിക്കലും അദ്ദേഹം മടങ്ങിയിട്ടില്ല. അതാണ് വമാ യഖ്റുജു മിൻഹു. അല്ലഫ ഖിലാല ഹയാത്തിഹി കുതുബൻ കസീറത്ത്. തൻ്റെ ഈ കാലഘട്ടത്തിൽ അദ്ദേഹം ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിച്ചു. റവാഹ ലഹു യാഖൂത്തും ഫി മുഅ്ജമിഹി. അതിനെ യാഖൂത്തുൽ ഹമവി അദ്ദേഹത്തിന്റെ മുഅ്ജമിൽ ആ ഗ്രന്ഥങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തദുല്ല അലാ സഖാഫത്തിഹി അൽ വാസിഅ വഹുവ യഅരിഫു ദിയാനാത്തി വൽ മുഅ്തഖിദാത്ത്. അത് അദ്ദേഹത്തിന്റെ വിശാലമായ സംസ്കാരത്തെ അറിയിക്കുന്നതാണ്. വഹുവ യഅരിഫു ദിയാനാത്ത് വൽ മുഅ്തഖിദാത്ത്. നിരവധി മതങ്ങളെക്കുറിച്ചും വിശ്വാസങ്ങളെക്കുറിച്ചുമുള്ള വിവരം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. വലഹു മാരിഫത്തുൻ ബിൽ യൂനാനിയ വൽ ഫാരിസിയ വൽ ഹിന്ദിയ. ഗ്രീക്ക്, പേർഷ്യൻ, ഇന്ത്യൻ ഭാഷകൾ അദ്ദേഹത്തിന് അറിയാമായിരുന്നു. വലഹു മാരിഫത്തുൻ യൂനാനിയ, ഫാരിസിയ, ഹിന്ദിയ. ഗ്രീക്ക്, പേർഷ്യൻ, ഇന്ത്യൻ ഭാഷകൾ അദ്ദേഹത്തിന് അറിയാമായിരുന്നു. യക്കാദ് യകൂന ആലിമൻ ഖായിമൻ ബിദാത്തിഹി. അതുകൊണ്ട് തന്നെ അദ്ദേഹം സ്വയം ഒരു പണ്ഡിതനായി നിലനിന്നുകൊണ്ടേയിരുന്നു. സ്വയം ഒരു പണ്ഡിതനായി തന്നെ അദ്ദേഹം അറിയപ്പെട്ടു. കാരണം ഈ അറിവുകളെല്ലാം അദ്ദേഹത്തിന് ഈ കാലഘട്ടത്തിൽ അദ്ദേഹം സ്വായത്തമാക്കുകയും അദ്ദേഹം അത് ഗ്രന്ഥങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. തൂഫിയ ഫി മഅറദ് നുഅ്മാൻ. അവിടെ തന്നെ അദ്ദേഹം മരണപ്പെട്ടു. സന 449 ഹിജ്രി അൽ മുവാഫിഖ് 1157 മീലാദി. 449 ഹിജ്റയിൽ അല്ലെങ്കിൽ 1057 മീലാദിയിൽ മാറയിൽ തന്നെ ജനിച്ച സ്ഥലത്ത് തന്നെ അദ്ദേഹം മരണമടയുകയും ചെയ്തു. പിന്നെ അദ്ദേഹത്തിന്റെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ അബുൽ അലാൽ മാരിയെ കുറിച്ച് മൊത്തത്തിലൊന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇതാണ് അദ്ദേഹത്തെ കുറിച്ചുള്ള ഒരു ചെറിയ വിശദീകരണം. അപ്പൊ ഇതൊന്ന് വായിച്ചിട്ട് അതൊന്ന് മനസ്സിലാക്കുക. ഇനി നമ്മൾ ആ കവിതയിലേക്ക് പോവാണ്. ഇത് ഒരു ക്ലാസ്സിനുള്ളതേ ഉള്ളൂ. ഒന്നിച്ചെടുക്കല്ലേ? അത് നിർത്തണം. എടുക്കാം. ഇത് കംപ്ലീറ്റ് തീർത്തിട്ട് നമുക്ക് നിർത്താം. കാരണം അതിനുവേണ്ടേ ഉള്ളൂ. ഒരു 8 വരി അല്ലെ 12 വരി കവിതകളേ ഉള്ളൂ. അപ്പോ അബുൽ അലാൽ മാരിയുടെ ഈ ഹനഫി പണ്ഡിതനെ റസാദ് ചെയ്തുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ വരികൾ മരണത്തെക്കുറിച്ചുള്ള ഒരു വിലാപ കാവ്യമാണ്. ഐ തദുല്ലു ഫി ഹാദിഹി ഔ യഖൂലു ഫി ഹാദിഹി അനിൽ മൗത്സ് വഹു യഖൂൽ ഗൈറു മുജിദിൻ ഫി മില്ലത്തി വഅതിഖാദി നൗഹു ബാഖിൻ വലാ തറന്നുമു ഷാദി. ഗൈറു മുജിദിൻ ഫി മില്ലത്തി വഅതിഖാദി. ഗൈറു മുജിദിൻ എന്ന് പറഞ്ഞാൽ ലാ ഉബാലി എന്നാണ്. അതായത് ഗൈറു മുഹിമ്മ്, പ്രാധാന്യം അർഹിക്കുന്നില്ല എന്നാണ്. ഗൈറു മുജിദ് അത് ഗൈറു മുഹിമ്മിൻ ഔ ലാ ഉബാലി. ഞാൻ വില വെക്കുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് പ്രാധാന്യമായിട്ട് തോന്നുന്നില്ല, എനിക്ക് വിലയുള്ളതായിട്ട് തോന്നുന്നില്ല. എന്ത്? ഫി മില്ലത്തി വഅതിഖാദി. മില്ലത്തി എന്നൊക്കെ പറയും. മില്ലത്ത് ഇബ്രാഹിം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബിസ്മില്ലാഹി അലാ മില്ലത്ത് റസൂലില്ല എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. അപ്പൊ ആ മില്ലത്ത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്ന മില്ലത്ത്. എൻ്റെ ജീവിതത്തിൽ എന്നുള്ള അർത്ഥത്തിലാണ്. എൻ്റെ തലമുറയിൽ അല്ലെങ്കിൽ എൻ്റെ പാരമ്പര്യത്തിൽ എനിക്ക് പ്രത്യേകതയായിട്ട് തോന്നിയിട്ടില്ല. വഅതിഖാദി, എൻ്റെ വിശ്വാസത്തിലും. എൻ്റെ വിശ്വാസത്തിലോ എൻ്റെ ജീവിതത്തിലോ എപ്പോഴെങ്കിലും എനിക്ക് ഇത് എന്തിനെക്കുറിച്ചാണോ അദ്ദേഹം പറയാൻ പോകുന്ന ആ കാര്യം അത് ഒരു വലിയ പ്രാധാന്യമുള്ള അല്ലെങ്കിൽ പറയപ്പെടാൻ പറ്റുന്ന ഒരു സംഗതിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്തേ കാരണം? അതെല്ലാം നൗഹു ബാക്കിൻ, അത് കരയുന്നവന്റെ തേങ്ങലാണ്. ഔ അനീനുൽ ബാക്കി. നൗഹു ബാക്കി മാന അനീനുൽ ബാക്കി. ബാക്കിൻ കരയുന്നയാണ്. കരയുന്നവന്റെ തേങ്ങലുകളും. വലാ തറന്നുമു ഷാദിൻ. ഷാദി മാന ത്വയ്ർ അല്ലദി യസീഹു എന്നാണ്. അതായത് ഇവിടെ ഷാദി അസ്സാഇഹു മിന തുയൂർ അർത്ഥം നിങ്ങൾക്ക് ഇവിടെ താഴെ കാണാം. സാഇഹു മിന തുയൂർ, അതായത് പക്ഷികളിൽ നിന്നും കരയുന്ന പക്ഷികൾ അല്ലെങ്കിൽ അട്ടഹസിക്കുന്ന പക്ഷികൾ. ആ പക്ഷികളുടെ തറന്നുമ്, അവയുടെ പാട്ടുകൾ അല്ലെങ്കിൽ അതിൻ്റെ അട്ടഹാസം.
ഇതല്ലാതെ മറ്റൊന്നുമല്ല. എന്തിനെ കുറിച്ച് അപ്പൊ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അൽ ഹയാത്തു ഫി ഹയാത്തിഹി, അൽ ഹയാത്ത് ഫി ഹയാത്തിഹി വ ഇഅ്തിഖാദിഹി ലൈസ ഇല്ലാ നൗഹു ബാക്കിൻ ഔ തറന്നുമു ഷാദിൻ. ജീവിതം എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ എൻ്റെ തലമുറയിൽ, എൻ്റെ മുന്നോട്ടുള്ള അല്ലെങ്കിൽ കഴിഞ്ഞു പോയ എൻ്റെ കാലഘട്ടങ്ങളിൽ ജീവിതം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എൻ്റെ വിശ്വാസത്തിൽ ജീവിതം എന്ന് പറയുന്നത് അത് കരയുന്നവന്റെ തേങ്ങലോ അല്ലെങ്കിൽ അട്ടഹസിക്കുന്ന പക്ഷികളുടെ ശബ്ദങ്ങളോ ആണ്. എന്ന് പറഞ്ഞാൽ ജീവിതം എന്ന് പറയുന്നത് അത് ദുഃഖമാണ് എന്നർത്ഥം, അല്ലെങ്കിൽ മരണമാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് ഷബീഹു സൗത്ത് നഈ വശബീഹ സൗത്ത് നഈ ഇദാ ഖീസ ബിസൗത്തിൽ ബശീരി ഫീ കുല്ലി നാദിൻ. ഇവിടെ നമ്മൾ പറഞ്ഞു നൗഹു ബാക്കിൻ, കരയുന്നവന്റെ തേങ്ങൽ, അതും അല്ലെങ്കിൽ അട്ടഹസിക്കുന്ന പക്ഷികളുടെ പാട്ടുകൾ, ഇതിനൊന്നും എന്തില്ല, നിലനിൽപ്പില്ല, തൽക്കാലത്തേക്കുള്ള സംഗതികളാണ് ഇതെല്ലാം. ഇതായിട്ടാണ് എനിക്ക് ജീവിതത്തിൽ തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്കത് പ്രാധാന്യമായിട്ട് തോന്നിയിട്ടില്ല. ആ കാലഘട്ടത്തില് ഷബീഹു സൗത്ത് നഈ എന്ന് പറഞ്ഞാൽ അൽ ഖബറു ബിൽ മൗത്ത് അല്ലദീ യുഖ്ബിറു ബിൽ മൗത്ത് നാഇ, മരണവാർത്ത അറിയിക്കുന്നയാള്. ആ മരണവാർത്ത അറിയിക്കുന്ന ആളുടെ ശബ്ദം, അതാണ് സൗത്ത് നഈ എന്ന് പറഞ്ഞത്. ഷബീഹു സൗത്ത് നഈ, ഇന്നയാൾ മരണപ്പെട്ടിട്ടുണ്ട് എന്ന് നമ്മളെ അറിയിക്കുന്ന ആ ശബ്ദത്തിന്റെ രൂപം എങ്ങനെയെന്ന് ചോദിച്ചാൽ അത് ഇദാ കീസ ബി സൗത്തുൽ ബഷീർ, ഇദാ കീസ, ആ ശബ്ദത്തെ നമ്മൾ തുലനം ചെയ്യുകയാണെങ്കിൽ എന്തിനോട്, ബി സൗത്തുൽ ബഷീർ ഫീ കുല്ലി നാദിൻ, എല്ലാ വേദികളിലും അനൗൺസ് ചെയ്യുന്ന ആളുടെ ശബ്ദത്തോട്. സൗത്തുൽ ബഷീർ എന്ന് പറഞ്ഞാൽ സന്തോഷ വാർത്ത അറിയിക്കുക, അല്ലെങ്കിൽ അനൗൺസ് ചെയ്യുന്ന ആളുടെ, ഒരു സ്റ്റേജില് അല്ലെങ്കിൽ സദസ്സില് കാര്യങ്ങളൊക്കെ വിളിച്ചറിയിക്കുന്ന ഒരാളുടെ ശബ്ദത്തോട് നമ്മൾ ആ മരണവാർത്തയെ അറിയിക്കുന്ന ആളുടെ ശബ്ദത്തെ ഒന്ന് തുലനം ചെയ്താൽ അത് നമുക്ക് കേൾക്കുന്നത് ഇങ്ങനെയാണ്, നൗഹു ബാക്കിൻ വലാ തറന്നുമു ഷാദി, കരയുന്നവന്റെ തേങ്ങലായിട്ട് നമുക്ക് തോന്നുകയുള്ളൂ. അപ്പൊ മരണവാർത്ത അറിയിക്കുന്ന ഒരാളുടെ ശബ്ദത്തെ അനൗൺസ് ചെയ്യുന്ന ഒരാളുടെ ശബ്ദത്തോട് നമുക്ക് സാദൃശ്യമാക്കിയാൽ പോലും നമ്മളെ സംബന്ധിച്ചിടത്തോളം, കേൾക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അത് എന്താണ്, കരയുന്നവന്റെ തേങ്ങലായിട്ടേ തോന്നുന്നു. ഐ വഹുവ യഖൂലു അനിൽ മൗത്ത് ഔ അൽ ഇഖ്ബാറു അനിൽ മൗത്ത് ലാ യബ്ഖാ ഫീഹി ഇല്ലാ അൽ ഹുസ്ൻ വൽ കആബ വൽ ബുകാ വഹാദാ മാ യുരീദ് അശ്ശാഇറു ഫി ഹാദൈനിൽ ബൈത്തൈൻ. രണ്ട് വരികളിലൂടെ കവി ഉദ്ദേശിക്കുന്നതാണ്, മരണവാർത്ത എന്ന് പറയുന്നത് അത് ആര് മരണപ്പെട്ട കാര്യം നമ്മളോട് പറഞ്ഞാലും അതിൽ നമുക്ക് കിട്ടുന്നത് എന്താണ്, കരയുന്നവന്റെ തേങ്ങലാണ് അവസാനം അതിലുള്ളത്. ഏത് രീതിയിൽ ആ വാർത്ത അറിയിച്ചാലും അതിൽ നമുക്ക് കിട്ടുന്നത് നൗഹു ബാക്കിൻ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തെക്കുറിച്ച് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. എന്നിട്ട് അദ്ദേഹം പറയുന്ന അബുക്കത്ത് തിൽക്കുമുൽ ഹമാമത്ത്, ആ മാടപ്രാവുകൾ നിങ്ങളെ കരയിച്ചു. അബുക്കത്ത് തിൽക്കും അൽ ഹമാമത്തു ഐ അൽ ഹമാമത്തു ഖദ് തസബ്ബബത്ത് അൽ ബുകാ ഇലൈക്കും, മരണം അല്ലെങ്കിൽ ആ മാടപ്രാവുകൾ നിങ്ങൾക്ക് കരയാനുള്ള കാരണമുണ്ടാക്കി. അബുക്കത്ത് തിൽക്കുമുൽ ഹമാമ എന്ത്, വന്നത്ത്, അല്ലെങ്കിൽ ആ മാടപ്രാവുകൾ പാട്ടുപാടി എവിടെ, അലാ ഫറഇ ഹുസ്നിഹൽ മയ്യാദി, അലാ ഫറഇ ഹുസ്നിഹ അൽ മയ്യാദ്. മയ്യാദ് മയാദ് തന്നെയാണ്. എല്ലാ മൈതാനങ്ങളിൽ അല്ലെങ്കിൽ എല്ലാ പ്രദേശങ്ങളിലും എല്ലാ മേഖലകളിലുമുള്ള വൃക്ഷച്ചില്ലകളിൽ ഇരുന്നു കൊണ്ട് അവ പാട്ടുപാടുകയോ അല്ലെങ്കിൽ ആ മാടപ്രാവുകൾ നിങ്ങളെ കരയിക്കുകയോ ചെയ്തു. ഇവിടെ എല്ലാം
മരണത്തിന്റെ വാർത്ത കേട്ട് ദുഃഖിക്കുന്ന ആളുടെ മാനസികാവസ്ഥയാണ് കവി വർണ്ണിക്കുന്നത്. അബ്കത്ത് തിൽക്കുമുൽ ഹമാമത്ത്, ആ മാടപ്രാവുകൾ നിങ്ങളെ കരയിച്ചു. അം അല്ലെങ്കിൽ ഗന്നത്ത് അലാ ഫറ ഹുസ്നിഹൽ മയ്യാദി, ആ പ്രദേശങ്ങളിലുള്ള മരച്ചില്ലകളിൽ ഇരുന്നു കൊണ്ട് അവ പാട്ടുപാടി. ആ പാട്ട് പാടിയത് കേട്ടിട്ട് നിങ്ങൾക്ക് കരയേണ്ടി വന്നു, അല്ലെങ്കിൽ നിങ്ങൾ കരഞ്ഞു. അപ്പൊ ആ മാടപ്രാവുകൾ മരക്കൊമ്പിൽ ഇരുന്നിട്ട് നിങ്ങളെ അറിയിച്ചത് എന്താണ്? സൗത്ത് നെയ്യ, ഇത് മരണത്തിന്റെ വാർത്ത. അഖ്ബാറുൻ നെയ്, മരണത്തിന്റെ അല്ലെങ്കിൽ അഖ്ബാറുൽ മൗത്ത്, മരണത്തിന്റെ വാർത്തകളാണ് ആ മരച്ചില്ലകളിൽ ഇരുന്നു കൊണ്ട്. തറന്നും ഷാദി എന്ന് നമ്മൾ പറഞ്ഞല്ലോ, അട്ടഹസിക്കുന്ന പക്ഷികളുടെ ശബ്ദം, അതാണ് ഇവിടെയും ഒന്നുകൂടി വർണ്ണിക്കുന്നത്. കവി ആവർത്തിക്കുന്നതാണ്. ആ വൃക്ഷച്ചില്ലകളിൽ ഇരുന്നു കൊണ്ട് നമ്മൾ റൂഹാനിക്കിളി ചലക്കുന്നൊക്കെ പറയാറില്ലേ, അപ്പൊ അത്തരത്തിലുള്ള കിളികളുടെ ശബ്ദം അത് മരണത്തിന്റെ മുന്നറിയിപ്പായിട്ട് കവി പറയുകയാണ്. മനസ്സിലാവുന്നുണ്ടല്ലേ? ഓക്കെ, ഇനി നമ്മൾ നോക്കാം. സാഹി, സാഹി മാന സാഹിബി എന്നാണ്. യാ സാഹിബി എന്നാണ് സാഹി. എന്നിട്ട് അദ്ദേഹം പറയുന്നതാണ്, അദ്ദേഹത്തിന്റെ കൂട്ടുകാരെ വിളിച്ചിട്ട് അദ്ദേഹം ഉണർത്തുകയാണ്. ഹാദി കുബൂറുന, ഇതെല്ലാം നമ്മുടെ കബറുകളാണ്. ഹാദി കുബൂറുന ഐ വഹുവ യുഷീറു ഇലൽ കുബൂർ ഫി നഫ്സിഹി വഹുവ യഖൂൽ ഹാദാ യാ സാഹിബി ഹാദാ കുബൂറുന ഔ ഹാദഹി കുല്ലുഹാ കുബൂറുന, ഇതെല്ലാം നമ്മുടെ കബറുകളാണ്. എന്താണ് ഈ കബർ ചെയ്യുന്നത്? തംലഉർ റഹ്ബ, ഈ കബറില് നമ്മളെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള വാക്കുകൾ നിറഞ്ഞു കിടക്കാണ്. ഹാദിഹി കുബൂറുന തംലഉർ റഹ്ബ്. മർഹബ നമ്മൾ പറയല്ലേ, മർഹബ സ്വാഗതം അല്ലേ? അപ്പോ ആ മർഹബ എന്നുള്ള വാക്കുകൾ നിറച്ചുകൊണ്ട് ഈ ഖബറുകൾ നമ്മളെ സ്വാഗതം ചെയ്യുകയാണ്. യാ സാഹിബി യുറഹിബു ഖുബൂറന ഹാദിഹി, ഈ ഖബറുകൾ നമ്മളെ സ്വാഗതം ചെയ്യുന്നു. ഫഅൈനൽ ഖുബൂറു മിൻ അഹ്ദി ആദിൻ, എന്നാൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന ഖബറുകളൊക്കെ എവിടെയാണ്? ഫൈനൽ ഖുബൂർ, ആ ഖബറുകൾ എവിടെയാണ്? എവിടെ? മിൻ അഹ്ദി ആദ്, ആദ് സമൂദ് പറയാം. ആദ് സമൂദിന്റെ കാലഘട്ടത്തിലുള്ള ഖബറുകളൊക്കെ എവിടെ എന്നും ചോദിക്കാം. ആദിൻ അല്ലെങ്കിൽ കഴിഞ്ഞു പോയ കാലഘട്ടങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ഖബറുകളെല്ലാം എവിടെ എന്ന് അദ്ദേഹം ചോദിക്കാം. അപ്പൊ ഈ ഖബറുകളെല്ലാം തംലഉർ റഹ്ബ്, നമ്മളെ സ്വാഗതം ചെയ്തുകൊണ്ട് നിറഞ്ഞ മനസ്സോടെ നമ്മളെ സ്വാഗതം ചെയ്തു നിൽക്കുന്ന ഈ ഖബറുകൾ, അതിനെ കണ്ടിട്ട് അദ്ദേഹം ചോദിക്കാണ് ഫൈനൽ ഖുബൂറു മിൻ അഹദിൽ ആദിൻ, കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ ആളുകളുടെയൊക്കെ ഖബറുകൾ ഇപ്പോൾ എവിടെയാണ്? ഇപ്പൊ മരണത്തിന്റെ ആ മരണവാർത്ത അറിഞ്ഞതിന്റെ ദുഃഖത്തിൽ നിന്ന് അദ്ദേഹം മരണത്തെക്കുറിച്ചും അതിനുശേഷമുള്ള ആ ഖബറിനെ കുറിച്ചും ഒക്കെയുള്ള ഒരു വിലാപമാണ് അദ്ദേഹം ഇവിടെ നടത്തുന്നത്. യാ സാഹിബി ഹാദിഹി ഖുബൂറുന യുറഹിബുന ഫഅൈന അൽ ഖുബൂർ അല്ലദി ഖദ് ദുഫിനത് മിൻ ഖബൽ മിൻ അഹദിൽ മാളി. എന്നിട്ട് അദ്ദേഹം പറയുന്നത് ഖഫിഫിൽ വത്അ മാ അലുന്നു അദീമ അൽ അർളി ഇല്ലാ മിൻ ഹാദിഹിൽ അജ്സാദി. ഖഫിഫിൽ വത്അ മാ അലുന്നു അദീമൽ അർളി ഇല്ലാ മിൻ ഹാദിഹിൽ അജ്സാദി. ഖഫിഫിൽ വത്അ, അതുകൊണ്ട് ഭൂമിയിലുള്ള കാൽ പാദങ്ങളെ, കാല് വെക്കുന്നതിനെ നീ ഖഫീഫാക്കണം, നിർമ്മലമാക്കണം. അതായത്
നമ്മൾ വളരെ ശക്തമായി ഭൂമിയിൽ ചവിട്ടരുത്, വളരെ മൃദുവായിട്ട് വേണം ഭൂമിയിലേക്ക് നിന്റെ കാൽപാദങ്ങൾ നീ വെക്കാൻ. അതാണ് ഹഫിഫിൽ വത്ത് എന്ന് പറയുന്നത്. വത്ത് എന്ന് പറഞ്ഞാൽ കാല് കൊണ്ട് ചവിട്ടുക എന്നാണ്. അപ്പോൾ കാൽപാദങ്ങളെ നീ ഭൂമിയിലേക്ക് അമർത്തുന്നത് വളരെ മൃദുവായിട്ട് വേണം. ഹഫിഫിൽ വത്ത്. എന്തേ കാരണം അറിയോ? മാ അലുന്നു അദീമൽ അർലി ഇല്ലാ മിൻ ഹാദിഹിൽ അജ്സാദി. ഈ ഭൂമിയുടെ ഉള്ളിലെല്ലാം ഞാൻ കാണുന്നത് ഈ ശവശരീരങ്ങളാണ്. ഹാദിഹിൽ അജ്സാദ്, ഈ ശരീരങ്ങൾ അല്ലാതെ മറ്റൊന്നും ഈ ഭൂമിയുടെ മുകൾ പരപ്പിൽ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. മാ അലുന്നു, ഞാൻ വിചാരിക്കുന്നില്ല. അദീമൽ അർലി, ഈ ഭൂമിയുടെ ഉപരിതലം. ഇല്ലാ മിൻ ഹാദിഹിൽ അജ്സാദി, ഈ ജസദുകൾ കൊണ്ടുള്ളതല്ലാതെ മറ്റൊന്നുമല്ല എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ഉപരിതലത്തിൽ മുഴുവൻ മനുഷ്യന്റെ ജഡങ്ങളാണ്, അല്ലെങ്കിൽ ശരീരങ്ങളാണ്, അവരുടെ കബറുകളാണ്. അതുകൊണ്ട് ഭൂമിയിൽ നീ എവിടെ ചവിട്ടിയാലും അവിടെ നീ നിന്റെ കാൽപാദങ്ങളെ മൃദുവായിട്ട് വെക്കണം. പണ്ടുള്ളവരൊക്കെ നമ്മൾ പറയല്ലേ, ഖബറിന്റെ മുഖത്ത് ചവിട്ടരുത്, ഖബറിനെ മറികടക്കരുത് എന്നൊക്കെ പറയുന്നത്. അതൊക്കെ ഖബറിനോടുള്ള ആദരവാണ്. പക്ഷെ ഇന്ന് ചില ആൾക്കാർക്ക് അതൊരു വിഷയമാവൂല. കാരണം അതെന്താ, അവർ മരിച്ചുപോയതല്ലേ, ഭൂമിയിലല്ലേ നമ്മൾ ചവിട്ടുന്നതെന്നൊക്കെ ചിന്തിക്കും. പക്ഷെ അതൊക്കെ ഒരു അദബും അല്ലെങ്കിൽ അതിനോടുള്ള ഒരു ആദരവും ഒക്കെയാണ്. കവി ഇവിടെ പറയുന്നത് തന്നെയാണ്, ഹഫിഫിൽ വത്ത് ആ, നിന്റെ കാൽപാദങ്ങളെ നീ മൃദുവായിട്ട് ചവിട്ടണം. മാ അലുന്നു അദീമൽ അർളി ഇല്ലാ മിൻ ഹാദിഹിൽ അജ്സാദി, ഭൂമിയുടെ ഉപരിതലത്തിൽ ഈ ശരീരങ്ങളല്ലാതെ അല്ലെങ്കിൽ ഈ മൃതശരീരങ്ങളല്ലാതെ മറ്റൊന്നും ഞാൻ വിചാരിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ കാണുന്നില്ല. അടുത്തത് വഖബീഹുൻ ബിനാ ഇൻ ഖദുമൽ അഹ്ദു ഹവാനുൽ ആബാഇ വൽ അജ്ദാദി വഖബീഹുൻ ബിനാ ബിന്നിസ്ബത്തി ഇലൈന, നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ മോശമാണ്. ഖബീഹുൻ ബിനാ, നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ മോശമാണ്. ഇൻ കദുമൽ അഹ്ദു, കാലം എത്ര പിന്നോട്ട് പോയാലും, കാലം എത്ര പിന്നോട്ട് പോയാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം മോശമാണ്. എന്ത്? ഹവാനുൽ ആബാഇ വൽ അജ്ദാദി. ഹവാന് ഹൗന്, ഹൗന് ഹവാനാണ്. ദില്ലത്ത് എന്നർത്ഥം. ദില്ലത്തുൽ ആബാഇ വൽ അജ്ദാദ്, നമ്മുടെ മുൻഗാമികളായ ആളുകൾ, എത്രയോ രാജാക്കന്മാര്, ധീരന്മാര്, ലോകത്തെ അടക്കി ഭരിച്ചവര്, അവരൊക്കെ ഉണ്ട് എന്ന് നമ്മൾ പറയുമ്പോഴും അവരെല്ലാം മരണത്തിന് മുന്നിൽ നിന്ദ്യരായി, നിസാരരായി നിന്ന ആ അവസ്ഥയുണ്ടല്ലോ, ആ അവസ്ഥ കാലം എത്ര പിന്നോട്ട് പോയാലും നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ മോശം തന്നെയാണ്. ഇപ്പൊ കവി പറയുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതി, നമ്മുടെ പിതാക്കന്മാരും പൂർവികന്മാരും, അജ്ദാദ്, നമ്മുടെ പൂർവികരായ ജദ്ദമാരും പിതാക്കന്മാരും ഒക്കെ അവരുടെ നിന്ദ്യത, ഹവാന, നിസാരത, അവരെത്ര വലിയവരായിരുന്നു, ഈ ഭൂമിയൊക്കെ അടക്കി വാണിരുന്ന രാജാക്കന്മാരുണ്ടായിരുന്നു, ധീരന്മാരുണ്ടായിരുന്നു, ശക്തന്മാരുണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും അവരെല്ലാം മരണത്തിന് മുന്നിൽ ആ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ എത്ര നിസാരരായിരുന്നു മരണത്തിന് മുന്നിൽ എന്നാണ് കവി പറയുന്നത്. അപ്പൊ അത് നമ്മെ സംബന്ധിച്ചിടത്തോളം, അവരെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല, നമ്മുടെ മുൻഗാമികളായ ആളുകൾ മരണത്തിന് മുന്നിൽ നിസാരരായി നിന്ന അവസ്ഥ, അത് നമുക്ക് പോലും വളരെ മോശമാണ്. ഖബീഹുൻ ബിനാ ഐ ബിന്നിസ്ബത്തി ഇലൈന അന്ന ഹാദൽ അംറു ഹുവ ഖബീഹുൻ ഇലൈന മാദാ ലിഅന്നൽ ആബാഉന വ അജ്ദാദുന ഖദ് സാറു അമാമൽ മൗതി ഹവാനു ഔ ذو ذلة أو هم خباء أو خسرانا أمام الموت صاروا خائبين أمام الموت. മരണത്തിന് മുന്നിൽ അവരെല്ലാം
പരാജിതരായി നിന്ന അവസ്ഥ നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മോശമായ ഒന്ന് തന്നെയാണ്. ഇവിടെ ഈ അർത്ഥങ്ങളൊക്കെ നോക്കുക. അദീമൽ അർദ് എന്ന് പറഞ്ഞാൽ വജിഹൽ അർദാണ്. ഹഫിഫിൽ വതസിർ അലൽ അർളി ബി തവാദു, ഭൂമിയുടെ മുകളിലൂടെ വിനയത്തോടു കൂടി നടക്കുക എന്നാണ് ആ വാക്കിനർത്ഥം. അപ്പൊ കബീഹം ബിന ഐബിൻ അലൈന, അൽ ഹവാനു അൽ ഇഹാനത്തു വദുല്ല്. പിന്നെ നോക്കുക, സിർ, നീ സഞ്ചരിക്കുക. ഇനിസ്തതഅത ഫിൽ ഹവാഇ, അന്തരീക്ഷത്തിലൂടെ ഭൂമിക്ക് മുകളിലൂടെ നിനക്ക് സഞ്ചരിക്കാൻ സാധിക്കുമെങ്കിൽ നീ സഞ്ചരിക്കുക. എങ്ങനെ? റുവൈദൻ, സാവധാനം. ലാ ഇഖ്തിയാലൻ അലാ റുഫാത്തിൽ ഇബാദി, ലാ ഇഖ്തിയാലൻ അഹങ്കാരത്തോടു കൂടിയല്ല, ഖുയലാ അഹങ്കാരത്തോടു കൂടിയല്ല. എങ്ങനെ? അലാ റുഫാത്തിൽ ഇബാദ്, അടിമകളുടെ അല്ലെങ്കിൽ മനുഷ്യരുടെ അവശിഷ്ടങ്ങൾക്ക് മുകളിലൂടെ. റുഫാത്ത് ആസാർ അല്ലെങ്കിൽ മാ ബഖിയ അലൽ അർദ്, ഭൂമിക്ക് മുകളിൽ ഈ അടിമകൾ മനുഷ്യർ ഉപേക്ഷിച്ചു പോയ അവരുടെ ആസാറുകൾക്ക് മുകളിലൂടെ അഹങ്കാരത്തോടു കൂടി നീ നടക്കരുത്, മറിച്ച് സാവധാനം വിനയത്തോടു കൂടി ഭൂമിക്ക് മുകളിലൂടെ നീ നടക്കുക. വറുബ്ബ ലഹദിൻ ഖദ് സാറ ലഹ്ദൻ മിറാറൻ. അപ്പോ ഇവിടെ നമ്മൾ പറഞ്ഞ സംഗതി ഒന്നുകൂടി ഓർക്കുക. കഴിഞ്ഞ വരിയിൽ പറഞ്ഞതുപോലെ തന്നെ മുൻഗാമികളായ ആളുകളുടെ അവസ്ഥ കണ്ടിട്ട് നമുക്കെല്ലാം നാണക്കേടാണ്. കബീഹുൻ അലൈന, കാരണം അവരെല്ലാം മരണത്തിന് മുന്നിൽ നിസാരരായിരുന്നു. അതുകൊണ്ട് അതിനു മുമ്പ് നമ്മൾ പറഞ്ഞത് ഭൂമിക്ക് മുകളിലൂടെ നടക്കുമ്പോൾ നിന്റെ പാദങ്ങളെ നീ പതുക്കെ വെക്കണം. ഐ ഹവ്വിൻ അലയ്യ ഔ ഹഫിഫ് അല ഹഫിഫിൽ വത്വ അലൽ അർദ് വഅല ഹാദാ വഹുവ അയ്ളൻ സിർ ഐ അലൈക അൻ തസീറ ഫിൽ അർളി റുബൈദൻ ഐ ബതീഅൻ, വളരെ സാവധാനത്തിൽ വേണം ഭൂമിക്ക് മുകളിലൂടെ നടക്കാൻ. ബതീഅൻ റുബൈദൻ, ലാ ഖുയലാ, ലാ ഇഖ്തിയാലും ലാ ഖുയലാ അലാ റുഫാത്തിൽ ഇബാദ് അലാ ആസാരിൽ ഇബാദ് ഔ അലാ അജ്സാദിൽ ഇബാദ് ഔ അലാ ഖുബൂരിൽ ഇബാദ്. അടിമകളുടെ, ജനങ്ങളുടെ അല്ലെ മനുഷ്യരുടെ കബറിന് മുകളിലൂടെ അഹങ്കാരത്തോടുകൂടി നടക്കണ്ട. കാരണം ഭൂമിയിൽ എവിടെ നോക്കിയാലും മനുഷ്യന്റെ ഖബറുകൾ തന്നെയാണ്. അതാണ് അദ്ദേഹം വീണ്ടും ആവർത്തിക്കുന്നത്. റുബ്ബ ലഹദിൻ ഖദ് സാറ ലഹദൻ മിറാറൻ. എത്രയെത്ര ശവകുടീരങ്ങളാണ്. ലഹദ് ഖബർ അല്ലെങ്കിൽ ശവകുടീരം. റുബ്ബ ലഹദിൻ ഖദ് സാറ ലഹദൻ മിറാറൻ, പല ആവർത്തി, പല പ്രാവശ്യം അത് മശാനങ്ങളായിട്ടുണ്ടാകാം അല്ലെങ്കിൽ ശവകുടീരങ്ങളായിട്ടുണ്ടാകാം. അഥവാ ഖദ് ദുഫിനത്ത് ഫി ഖബരിൻ വാഹിദിൻ മറത്തൻ കസീറ, ഒരേ ഖബറിൽ നിരവധി തവണ പലരെയും അടക്കിയിട്ടുണ്ടാകാം. അതാണ് റുബ്ബ ലഹദിൻ ഖദ് സാറ ലഹദൻ മിറാറൻ. എത്രയെത്ര ശവകുടീരങ്ങളാണ് അല്ലെങ്കിൽ ഖബറുകളാണ്, അതിൽ ആ ഖബർ പല പ്രാവശ്യം ഖബറുകളായി മാറിയിട്ടുണ്ട്. ഖദ് സാറ ലഹദൻ മിറാറൻ, ആ ഖബറുകൾ അല്ലെങ്കിൽ ആ ലഹദുകൾ പല പ്രാവശ്യം, മിറാറൻ മിറത്തൻ, പല പ്രാവശ്യം ആ ഖബർ ശവകുടീരമായിട്ടുണ്ട്. ഒരേ ഖബർ തന്നെ പല ആവർത്തി ഖബറുകളായി മാറിയിട്ടുണ്ട്. എങ്ങനെ? ലാഹിക്കിൻ, ഈ ഖബർ എങ്ങനെയാണ് വീണ്ടും വീണ്ടും ശവകുടീരമാകുന്നത്? ലാഹിക്കിൻ മിൻ തസാഹുമിൽ അൽദാദി, വൈരുദ്ധ്യങ്ങളുടെ തിക്ക് തിരക്കുകൾക്കിടയിൽ അതിൽ നിന്ന് ചിരിച്ചുകൊണ്ട്. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? ലാഹിക്കിൻ മിൻ തസാഹുമി അൽ അൽദാദ്. തസാഹും എന്ന് പറഞ്ഞാൽ മുസ്ദഹമ, തിരക്ക്. എന്താണ് തിരക്കുന്നത്? അൽ അൽദാദ്, വൈരുദ്ധ്യങ്ങളാണ്. എന്ന് പറഞ്ഞാൽ ആദ്യം വന്ന ആളുടെ അവസ്ഥയല്ല രണ്ടാമത് വന്ന ആളുടെ അവസ്ഥ, മൂന്നാമത് വന്ന ആൾ അതുപോലെയല്ല, അതിനേക്കാൾ വിരുദ്ധനാണ്. അങ്ങനെ വ്യത്യസ്തങ്ങളായ പരസ്പര വിരുദ്ധങ്ങളായ സ്വഭാവങ്ങളും രീതികളും ഒക്കെയുള്ള നിരവധി ആളുകൾ പല പ്രാവശ്യം ഒരേ ഖബറിലേക്ക് വന്നപ്പോ ആ ഖബറിന് തന്നെ ഈ ആളുകളെ കണ്ടിട്ട് ചിരി വരികയാണ്. റുബ്ബ ലഹദിൻ ഖദ് സാറ ലഹദൻ മിറാറൻ ലാഹിഖിൻ. ലാഹിഖൻ
മിൻ തസാഹുമിൽ അൽദാദ് ഐ ഹാദൽ ഖബ്ർ ഖദ് സാറ ഖബ്റൻ മിറാറൻ ലി കസീർ മിനൻ നാസ് ഐ അൽ ഖബ്റുൽ വാഹിദു ഖദ് സാറ ഖബ്റൻ ലി കസീർ മിനൻ നാസ് വഇൻദമാ കസറത്ത് അൽ ജസദ് അല്ലെങ്കിൽ അജ്സാദ് ഔ അൽ അംവാത് ഇലാ ഹാദൽ ഖബ്ർ അന്നഹു ഖദ് യൽഹഖു ഐ അൽ ഖബ്റു യൽഹഖു അലാ أحوال هذه الميت أو هذا الإنسان أو من تزاحم الأضداد الإنسان من تزاحم أخلاق الأضداد أو أضداد الأخلاق الإنساني മനുഷ്യന്റെ ആ ഖബറിലേക്ക് വരുന്ന ആളുകളുടെ വ്യത്യസ്തങ്ങളായ സ്വഭാവങ്ങളുടെ തിരക്ക് കണ്ടിട്ട് അല്ലെങ്കിൽ ഓരോരുത്തരും ഇങ്ങനെ തിരക്കി ഖബറിലേക്ക് വരുന്നത് കണ്ടിട്ട് ആ ഖബറിന് തന്നെ ചിരി വരികയാണ്. തന്നിലേക്ക് ആവർത്തി തിരക്ക് കൂട്ടി വരുന്ന ഖബറുകൾ അല്ലെ മയ്യത്തുകൾ കണ്ടിട്ട് ആ മയ്യത്തുകളുടെ അൽദാദ് വ്യത്യസ്തങ്ങളായ സ്വഭാവങ്ങൾ കണ്ടിട്ട് അവരുടെ ജീവിത രീതികൾ കണ്ടിട്ട് ഇങ്ങനെയൊക്കെ ജീവിച്ച ആളുകളും അവസാനം എൻ്റെ അടുക്കിലേക്ക് തന്നെ ആണല്ലോ വരുന്നത് എന്ന് ഓർത്തിട്ടുമൊക്കെ ആ ഖബർ ചിരിക്കുകയാണ്. എന്ന് മാത്രമല്ല ദഫീൻ മറമാടപ്പെടുന്ന ദഫൻ ചെയ്യപ്പെടുന്ന മയ്യത്തുകൾ, ആ മയ്യത്തിനെ അലാ ബക്കായ ദഫീൻ മുമ്പടക്കിയ മയ്യത്തിന്റെ അവശിഷ്ടങ്ങൾക്ക് മുകളിൽ വീണ്ടും ദഫീൻ, മുമ്പേ അടക്കിയ ഒരു മയ്യത്തിന് പുറത്ത് വീണ്ടും ഒരു മയ്യത്ത് കൊണ്ടുവെക്കുന്നു. അതാണ് ദഫീനുൻ അലാ ബക്കായ ദഫീൻ. മറമാടപ്പെട്ട ഖബറിന് മുകളിൽ വീണ്ടും ഖബറുകൾ അല്ലെങ്കിൽ വീണ്ടും ശവങ്ങൾ കൊണ്ടുവെക്കുന്ന ഒരവസ്ഥ. എങ്ങനെ ഫി തവീലിൽ അസ്മാനി വൽ ആബാദ്, കാലഘട്ടങ്ങളുടെ ദൈർഘ്യത്തിനിടയിൽ, ഫി തവീലിൽ അസ്മാൻ വൽ ആബാദ്, കാലത്തിന്റെയും അതേപോലെ ആ കാലഘട്ടങ്ങളുടെ സുദീർഘമായ യാത്രക്കിടയിൽ, ഐ ഫി അഹ്ദിൻ തവീൽ, ഫി തവീലിൽ അസ്മാൻ വൽ ആബാദ്, ആബാദ് മന ജമ അബദ് വഹുവ ദഹർ, കാലം, കാലത്തിന്റെ സുദീർഘമായ കാലഘട്ടങ്ങളിൽ ഒരു ഖബറിന് മുകളിൽ അല്ലെങ്കിൽ ഒരു ദഫന് മുകളിൽ വീണ്ടും ദഫനുകൾ വീണ്ടും വീണ്ടും വെക്കുന്ന ഒരവസ്ഥ. ഇതാണ് കവിയോട് ഉദ്ദേശിക്കുന്നത്. ഓരോ കാലം, അതായത് ഒരാളെ അടക്കി കഴിഞ്ഞാൽ ആ ഖബറിലേക്ക് പിന്നീട് കുറെ കഴിയുമ്പോൾ വീണ്ടും ഖബറുകൾ. ഈ രണ്ട് വരികളും ഒരുപോലെ തന്നെയാണ്. റുബ്ബൽ അഹദിൻ സാറൽ അഹദ് എന്നത്, അത് അവിടെ കവി ഉദ്ദേശിക്കുന്നത് ആ വീണ്ടും വീണ്ടും ആ ഖബറിലേക്ക്, ഒരേ ഖബറിലേക്ക് തന്നെ മയ്യത്തുകളെ കൊണ്ടുവെക്കുമ്പോൾ ആ വ്യത്യസ്തങ്ങളായ ആളുകളെ കണ്ടിട്ട് ഖബറിന് തന്നെ ചിരി വരികയാണ്. എന്നിട്ടോ ആ ഖബറിലേക്ക് വീണ്ടും വീണ്ടും നേരത്തെ മറമാടിയ ദഫന്റെ മുകളിലേക്ക്, അതിന്റെ അവശിഷ്ടങ്ങളുടെ മുകളിലേക്ക്, അല്ല ബക്കായ ദഫീൻ, ആ അവശിഷ്ടങ്ങളുടെ മുകളിലേക്കാണ് പുതിയ ഖബറുകൾ വരുന്നത്. അതുകൊണ്ട് ഫസ്അലിൽ ഫർഖദൈനി അമ്മൻ അഹസ്സാ മിൻ ഖബീലിൻ വ ആനിസം മിൻ ബിലാദി. അതുകൊണ്ട് ഫസ്അലിൽ ഫർഖദൈൻ, ഫർഖദൈൻ എന്ന് പറഞ്ഞാൽ രണ്ട് നക്ഷത്രങ്ങൾ എന്നാണ്. അതിന് വേണമെങ്കിൽ നിങ്ങളുടെ ഭാഗ്യ നക്ഷത്രങ്ങൾ എന്നൊക്കെ പറയാം. നിങ്ങളുടെ ആ ഭാഗ്യ നക്ഷത്രങ്ങളോട് ചോദിക്കുക, ഫസ്അലിൽ ഫർഖദൈനി, ആ നക്ഷത്രങ്ങളോട് നിങ്ങൾ ചോദിക്കുക. ആ നക്ഷത്രങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ഐ ഹാദിഹിൻ നുജൂമൈൻ അല്ലദീന, അത് ഇവിടെ അതിന്റെ അർത്ഥം പറയുന്നുണ്ട്. അൽ ഫർഖദൈൻ കൗകബാനി ഫി ബനാത്തി നഅ്ശി സുഗ്റ ഖരീബൻ മിനൽ ഖത്ബ് യുഹ്തദാ ബിഹി ഫി സൈർ. രാത്രി യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ദിക്ക് കണ്ടെത്താൻ സഹായിക്കുന്ന തരത്തിലുള്ള രണ്ട് നക്ഷത്രങ്ങളാണ്. മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ അവർക്ക് സഹായകമാകുന്ന നക്ഷത്രങ്ങൾ എന്നാണ് അതിനെക്കുറിച്ച് പറഞ്ഞു. അതുകൊണ്ട് ആ നക്ഷത്രങ്ങളോട് ചോദിക്കുക, ഫസ്അലിൽ ഫർഖദൈനി, എന്താ ചോദിക്കേണ്ടത്? അമ്മൻ അഹസ്സാ മിൻ ഖബീലിൻ,
മുമ്പ് കബീലകളിൽ അല്ലെങ്കിൽ മുമ്പ് നമ്മുടെ തലമുറകളിൽ കബീലകളിൽ ആരൊക്കെങ്കിലും ഇതൊക്കെ മനസ്സിലായിട്ടുണ്ട്? ഹെസ് അവരാരെങ്കിലും ഇന്നും ആ മരണത്തിൽ ആ ഖബറിനുള്ളിൽ സംഭവിച്ച എന്തെങ്കിലും കാര്യങ്ങൾ അവർക്ക് മനസ്സിലായിട്ടുണ്ടോ? ആനിസം മിൻ ബിലാദി അല്ലെങ്കിൽ ആ നാട്ടിലുള്ള ആരോടെങ്കിലും ആ ഇതിന് ചേർന്നിരുന്നിട്ടുണ്ട്? ആനിസം മിൻ ബിലാദി ഏതെങ്കിലും നാട്ടിലുള്ള ഒരാള് അയാളോട് ഈ സംഗതികളെ കുറിച്ച് അല്ലെങ്കിൽ അത്തരം ആളുകളിൽ ആരുടെയെങ്കിലും വിവരങ്ങൾ ഈ നക്ഷത്രങ്ങൾക്ക് അറിയുമോ എന്ന് അവരോട് ചോദിക്കുക. അമ്മൻ അഹസാമിൻ കബീലിൻ വ ആനിസം മിൻ ബിലാദിൻ ഏതെങ്കിലും നാട്ടിലെ താമസക്കാരൻ ആനിസ് അല്ലെങ്കിൽ ഏതെങ്കിലും കബീലകളിൽ ഉണ്ടായിരുന്ന ആളുകളെ കുറിച്ച് നിങ്ങൾ ഇവരോട് ചോദിക്കുക. എന്താ ചോദിക്കേണ്ടത്? കം അകാമ അലാ ജവാലി നഹാരി എത്ര കാലം ഈ പകലിൽ നീങ്ങിയപ്പോൾ അവർ നിലനിന്നു? കം അകാമ അലാ ജവാലി നഹാരിൻ ഒരു പകലിന്റെ ഉച്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ പകല് നീങ്ങിപ്പോകുന്ന സമയത്ത് എത്ര കാലം ഇവർ ജീവിച്ചു എന്ന് ചുരുക്കം. കം അകാമ അലാ ജവാലി നഹാരിൻ വ അനാറാലി മുദ്ലജിൻ ഫി സവാദി ഇരുട്ടിൽ രാത്രി സഞ്ചരിക്കുന്ന ആളുകൾക്ക് എത്ര പ്രകാശം അവർ നൽകി. വ അനാറ അവർ പ്രകാശം നൽകി ലി മുദ്ലജിൻ ഫി സവാദി ഈ ഇരുട്ടിൽ യാത്ര ചെയ്യുന്ന രാത്രി സഞ്ചാരക്കാർക്ക് പ്രകാശം വരുത്തിയത് എത്ര എന്ന് ഇവരോട് ചോദിക്കുക. ഫസ്അലിൽ ഫർഖദൈനി അമ്മൻ അഹസാ മിൻ ഖബീലിൻ വ ആനിസം മിൻ ബിലാദിൻ ഈ രണ്ട് നക്ഷത്രങ്ങളോട് നിങ്ങൾ ചോദിക്കേണ്ട എന്താണ്? മുൻ കബീലകളിൽ നിന്ന് നിങ്ങൾ കണ്ടെത്തിയ അല്ലെങ്കിൽ അവർക്ക് എത്ര കാലം എന്തെല്ലാം അനുഭവിച്ചു അല്ലെങ്കിൽ ഓരോ നാട്ടിലെ ആളുകൾക്ക് എന്തെല്ലാം കിട്ടി എന്നൊക്കെ വേണമെങ്കിൽ അവരോട് നിങ്ങൾക്ക് ചോദിക്കാം. എന്നിട്ട് അവരോട് ചോദിക്കുന്നത് കം അക്കാമ അല ജവാരി നഹാർ എത്ര പകലുകൾ അവരുടെ നിലനിന്നു അല്ലെങ്കിൽ എത്ര രാത്രിയിൽ അവർ സഞ്ചരിച്ചു, എത്ര കാലം അവർ ജീവിച്ചു എന്നുള്ളതിന്റെ ഒരു സൂചനയാണ്. അതായത് മനുഷ്യൻ എത്ര കാലം ആണ് ഇവിടെ ഈ ദുനിയാവിൽ ജീവിക്കുന്നത്, ഇന്നല്ലെങ്കിൽ നാളെ അവർ നീങ്ങിപ്പോകുന്നു. ജവാൽ നഹാർ ഐ അശാഇറു ഹുവ യുരീദു അൻ യുജീബ അലാ സുആലിൻ ഹത്ത കം അഖാമൽ ഇൻസാനു ഫി ഹാദൽ അർദ് കം യുഹ്യി വമതാ യമൂതു വമാ അൽഫർ വമാ അൽ الطول أو وما هذه الأزمان التي وهو يعيش في هذه الدنيا ഈ ദുനിയാവിൽ അവൻ ജീവിക്കുന്ന കാലം എത്രയാണ്, എത്ര കാലം അവന് ജീവിക്കുന്നു, എന്തൊക്കെ അവൻ സമ്പാദിക്കുന്നു, എന്തെല്ലാം കാട്ടിക്കൂട്ടുന്നു, പക്ഷെ അതെല്ലാം കഴിയുമ്പോൾ അവൻ എന്താണ് സംഭവിക്കുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന ആ രണ്ട് നക്ഷത്രങ്ങളോട് ചോദിച്ചു നോക്കൂ എന്നാണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ നിസാരതയും അവന്റെ ജീവിതത്തിൽ അവൻ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങളും എന്നിട്ട് അവന്റെ പരാജയവും അവന്റെ മരണവും ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന നക്ഷത്രങ്ങളോട് മനുഷ്യനെ കുറിച്ച് ചോദിച്ചാൽ അവർ കാര്യങ്ങൾ പറഞ്ഞു തരും. എന്താ പറഞ്ഞു തരാം? തഅബുൻ കുല്ലുഹൽ ഹയാത്ത് ജീവിതം മുഴുവൻ തഅബാണ്. തഅബ് എന്ന് പറഞ്ഞാൽ ക്ഷീണം എന്നാണ് വാക്കിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ എന്തെല്ലാം നേടിയിട്ടുണ്ടോ അതെല്ലാം അവസാനം വരുമ്പോൾ ആ ജീവിതത്തിന്റെ നേട്ടങ്ങളെല്ലാം അവന് ക്ഷീണവും തളർച്ചയും പരാജയവും ഉണ്ടാക്കുന്ന കാര്യങ്ങൾ. തഅബുൻ കുല്ലുഹൽ ഹയാത്ത് ഫമാ അഅജബു ഇല്ലാ മിൻ റാഗിബിൻ ബിസ്ദിയാത്ത് ഫമാ അഅജബു അപ്പൊ ഞാൻ അത്ഭുതപ്പെടുന്നില്ല ഇല്ലാമിൻ റാഗിബിൻ ബി ഇസ്ദിയാദ് ഇനിയും ഇനിയും കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുവനെ കുറിച്ചല്ലാതെ ഞാൻ അത്ഭുതപ്പെടുന്നേയില്ല. അപ്പൊ ഈ നക്ഷത്രങ്ങളോട് ചോദിച്ചാൽ പകൽ സഞ്ചരിച്ചവനെ കുറിച്ചും രാത്രി സഞ്ചരിച്ചവനെ കുറിച്ചും ഒക്കെ നന്നായിട്ട് അറിയാൻ കഴിയും. അവരൊക്കെ ജീവിതത്തിൽ എന്ത് നേടി നഷ്ടപ്പെട്ടു എന്നൊക്കെ അറിയാവുന്ന ഒരവസ്ഥയിൽ ആ രണ്ട് നക്ഷത്രങ്ങൾ നൽകുന്ന മറുപടിയാണ് എന്ത്? തഅബുൻ കുല്ലുഹൽ ഹയാത്ത് ജീവിതം മുഴുവൻ പരാജയമാണ് അല്ലെങ്കിൽ ക്ഷീണമാണ്. എത്ര പരിശ്രമിച്ച് എന്തെല്ലാം നേടിയാലും അവസാനം വരുമ്പോൾ പിന്നെയും അവന് നിരാശയാണ്. അതുകൊണ്ടാണ് ഫമാ അഅജബു ഐ യഖൂലു ശാഇർ മാ അഅജബു ഇല്ലാ മിൻ റാഗിബിൻ
ഒരു ആഗ്രഹിക്കുന്നതിനെ കുറിച്ചല്ലാതെ എനിക്കൊരു അത്ഭുതവുമില്ല. എന്താ ആഗ്രഹിക്കുന്നത്? ഫി ഇസ്ദിയാദ്, കിട്ടിയത് പോരാ, വീണ്ടും വീണ്ടും കൂടുതൽ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആളെ കുറിച്ചല്ലാതെ എനിക്ക് അത്ഭുതമില്ല എന്ന് പറഞ്ഞാൽ, ദുന്യാവിൽ എത്ര കിട്ടിയാലും മതി വരാത്ത ആളുകളെ കുറിച്ച് ഞാൻ ഇപ്പോഴും അത്ഭുതപ്പെടുകയാണ് എന്ന് കവി പറയുന്നു. ഇനി അഅ്ജബു അലാമൻ യർഗബു ഫി ഇസ്ദിയാദ്. എന്തേ കാരണം? ഇന്ന ഹുസ്നം ഫി സഅത്തിൽ മൗത്ത് അദ്ആഫു സുറൂരിൻ ഫി സഅത്തിൽ മീലാദ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഷാഇറുൻ ഫൈലസൂഫ്, ഒരു ഫിലോസഫി കവിയാണ്, ഫിലോസഫർ ആയിരുന്നു അബുൽ അലാ അൽ മഹരി എന്ന്. അദ്ദേഹം ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം തത്വജ്ഞാനങ്ങളാണ് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഇവിടെ അവസാനം അദ്ദേഹം പറഞ്ഞു വെക്കുന്ന ഒരു സംഗതി അതാണ്, ഇന്ന ഹുസ്നം ഫി സഅത്തിൽ മൗത്ത്, മരണസമയത്തിലുള്ള ദുഃഖം, അദ്ആഫു സുറൂരിൻ ഫി സഅത്തിൽ മീലാദി, ജനന സമയത്തുള്ള സന്തോഷത്തെക്കാൾ എത്രയോ ഇരട്ടിയാണ്. ഐ ഹുസ്നു അൽ മൗത്ത്, അൽ ഹുസ്നു അല്ലദി യുസീബു അൻദൽ മൗത്തി ഹുവ അദ്ആഫ് സുറൂരിൻ ഫി സഅത്തിൽ മീലാദ്. ഒരു കുട്ടി ജനിക്കുമ്പോൾ നമുക്ക് സന്തോഷമുണ്ടാകും. ആ കുട്ടി ജനിക്കുമ്പോഴുള്ള സന്തോഷത്തിന്റെ എത്രയോ ഇരട്ടിയാണ് ഒരാൾ മരണപ്പെടുമ്പോഴുള്ള ദുഃഖം എന്നാണ് കവി അവസാനമായി പറഞ്ഞു വെക്കുന്നത്. അപ്പോ മരണത്തിൽ ദുഃഖിച്ചുകൊണ്ട് ഒരു മനുഷ്യന്റെ ജീവിതത്തെക്കുറിച്ച് ഉള്ള ചുരുക്കം ചില വരികളാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞു വെച്ചത്. എത്ര തന്നെ ഉയർന്ന അവസ്ഥയിലേക്ക് പോയാലും മനുഷ്യൻ അവസാനം ചെന്നെത്തുന്നത് ഖബറിലാണ് എന്നും, ഭൂമിയുടെ ഉപരിതലം മുഴുവൻ ഖബറുകളാണ്, അതുകൊണ്ട് അഹങ്കരിച്ച് നടക്കാതെ ഭൂമിയുടെ മുകളിലൂടെ വിനയത്തോടു കൂടി നടക്കണമെന്നും, അത് മുൻഗാമികളായ ആളുകളെ കുറിച്ച് അറിയണമെങ്കിൽ നിങ്ങൾക്ക് മുമ്പിലുള്ള പലതിനോടും ചോദിച്ചാൽ മതി. അതിൽ രണ്ട് സംഗതിയാണ് ഫർക്കതയും, ആ നക്ഷത്രങ്ങളോട് ചോദിച്ചാൽ കഴിഞ്ഞ കാലഘട്ടം, നമ്മുടെ മുന്നിലെ സൂര്യനോട്, ചന്ദ്രനോട്, അവർ ഈ പ്രകൃതിയിലെ എത്രയെത്ര മനുഷ്യന്മാരെ, എത്രയെത്ര തലമുറകളെ, ഏതെല്ലാം തരത്തിലുള്ള ആളുകളെ കണ്ടവരാണ്. അവരുടെ ജീവിതത്തിന്റെ രീതികളും അവരുടെ മത്സരങ്ങളും പിടിച്ചടക്കലുകളും പടയോട്ടങ്ങളും ഒക്കെ കണ്ട് ഇരിക്കുന്ന ആളുകൾ, അവരോട് ചോദിച്ചാൽ മതി ഈ മനുഷ്യന്മാരുടെ കഥ. ആ മനുഷ്യന്മാരുടെ കഥയെല്ലാം കണ്ടിട്ട് അവരോട് ചോദിക്കുമ്പോൾ അവർ നൽകുന്ന മറുപടി തഅബുൻ കുല്ലുഹൽ ഹയാത്ത്, ജീവിതം മുഴുവൻ ദുഃഖമാണ്, പരാജയമാണ് എന്ന ഒരു മറുപടി ആയിരിക്കും അവർ നൽകുക. എന്നിരിക്കെ എൻ്റെ അത്ഭുതം ഇതാണ്, വീണ്ടും വീണ്ടും വാരിക്കൂട്ടണം, വീണ്ടും വീണ്ടും എനിക്ക് കൂടുതൽ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആളെ കുറിച്ച് മാത്രമേ എനിക്ക് അത്ഭുതമുള്ളൂ. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാതെ വീണ്ടും വീണ്ടും കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളെ കുറിച്ചാണ് എനിക്ക് അത്ഭുതം. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, ജനന സമയത്തുള്ള ദുഃഖത്തിന്റെ എത്രയോ ഇരട്ടിയാണ് ജനന സമയത്തുള്ള സന്തോഷത്തിന്റെ എത്രയോ ഇരട്ടിയാണ് മരണസമയത്തുള്ള ദുഃഖം എന്ന് പറഞ്ഞ് അദ്ദേഹം ഇവിടെ ഈ കവിത അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇനി ഇതിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. മനസ്സിലാകാത്ത ഏതെങ്കിലും ഭാഗങ്ങളുണ്ടോ? എല്ലാരോടും ഉണ്ടല്ലോ അല്ലേ? ക്ലാസ് മനസ്സിലായോ? കുറെ കവിത മനസ്സിലായല്ലോ ആശയം? ഇനി അത് ഒന്നുകൂടെ ഞാനത് റെക്കോർഡ് ചെയ്ത് ഇടാം. ഏതെങ്കിലും കണ്ടിട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം.